ദേവപഞ്ചമി ഭാഗം 25. പഞ്ചമിയെ കണ്ട എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. നന്നായിട്ടുണ്ടായിരുന്നു അവളെ കാണാൻ. അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. നന്നായിട്ടുണ്ട്. ആര്യ, ഇങ്ങോട്ട് വാ. മുത്തശ്ശി വിളിച്ചതും ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ നിന്ന ആര്യൻ മുഖമുയർത്തി നോക്കിയപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുന്ന പഞ്ചമിയെ കണ്ടതും കുറച്ച് സെക്കൻഡുകൾ നേരം അവന്റെ കണ്ണുകൾ അവളിലായി. പെട്ടെന്ന് തന്നെ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി. ആര്യനും അവരുടെ അടുത്തേക്ക് ചെന്നു. സിദ്ധു, ഇവരുടെ 3 പേരുടെയും ഒരു ഫോട്ടോ എടുക്ക്. മുത്തശ്ശി പറഞ്ഞതും അതിനെന്താ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു സിദ്ധാർത്ഥ് ഫോൺ എടുത്തു. 3 പേരും കൂടി നിൽക്ക്. മുത്തശ്ശി പറഞ്ഞതും ആര്യൻ അവളെ ഒന്ന് നോക്കി. പിന്നെ 2 പേരും നിന്നു. പഞ്ചമിയായിരുന്നു കുഞ്ഞിനെ എടുത്തത്. ചിരിക്കെന്റെ ആര്യ. സിദ്ധു പറഞ്ഞതും അവരുടെ 3 പേരുടെയും മനോഹരമായ ഒരു ഫോട്ടോ സിദ്ധു ഫോണിൽ പകർത്തി. ഇനി അധികം വൈകിക്കണ്ട, നമുക്കിറങ്ങാം. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ആര്യൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പിടിച്ചോളാം, താൻ കുഞ്ഞിനെ ശ്രദ്ധിക്ക്. ആര്യൻ പറഞ്ഞതും അവൾ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നടന്നു. ആര്യൻ മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. അവന്റെ പുറകിലായിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പഞ്ചമിയും, അവളുടെ കൂടെ വരദയും വരദയുടെ അമ്മയും. വരദയുടെ അച്ഛനും സിദ്ധാർത്ഥും സംസാരിച്ചു കൊണ്ട് നടന്നു. മോളെ പഞ്ചമി, മുത്തശ്ശി വിളിച്ചതും അവൾ മുത്തശ്ശിയുടെ മറു സൈഡിലായി ചെന്നു. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു. ഒരു സൈഡിൽ ആര്യനും ഒരു സൈഡിൽ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ച് പഞ്ചമിയും നടന്നു. അവർ നടന്നു വരുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാം നോക്കുകയായിരുന്നു. എൻട്രൻസിലെത്തിയതും മുത്തശ്ശിയുടെ ഡോക്ടർ വന്നു. വൈകുന്നേരം വീട്ടിൽ വന്ന് കണ്ടോളാം എന്ന് ആര്യനോട് പറഞ്ഞു. അപ്പോഴേക്കും എൻട്രൻസിലായി ആര്യന്റെ കാറ് വന്ന് നിന്നു. ഞാൻ മുന്നിൽ കയറിക്കൊള്ളാം, മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മുന്നിലെ സീറ്റിലേക്ക് ആര്യൻ പിടിച്ചു കയറ്റി ഇരുത്തി. ആര്യ, നീയും മോളും പുറകിൽ കയറ്. മുത്തശ്ശി പറഞ്ഞതും ആര്യൻ പിന്നിലെ ഡോറ് തുറന്നു കൊടുത്തു. പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് വളരെ ശ്രദ്ധയോടെ കയറി. പിന്നെ ആര്യനും സിദ്ധുവും വരദയുടെ അച്ഛനും അമ്മയും വരദയും കൂടി അവരുടെ കാറിലായിട്ട് പുലിക്കാട്ടിൽ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വണ്ടിയിൽ ഇരിക്കുമ്പോൾ മുഴുവനും പഞ്ചമിയുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. മടിയിലിരുന്ന് കുഞ്ഞ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ പിടിച്ച് കളിക്കുന്നുണ്ട്. അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട കുഞ്ഞ് അവളുടെ മടിയിൽ ഇരുന്നു കൊണ്ട് അവളുടെ കവിളിൽ പിടിക്കുന്നുണ്ട്. എന്താ കുഞ്ഞ? അവൾ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്. കുഞ്ഞ് അവളുടേതായ ഭാഷയിൽ എന്തൊക്കെയോ പഞ്ചമിയോട് പറയുന്നുണ്ട്. എന്നാൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ആര്യൻ. എന്നാൽ ആര്യന്റെ ശ്രദ്ധ പഞ്ചമിയിലും കുഞ്ഞിലും ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നതും ആ കണ്ണുകളിലെ പിടപ്പും എല്ലാം ആര്യൻ കണ്ടു. 10 മിനിറ്റ് കൊണ്ട് തന്നെ വലിയൊരു ഗേറ്റിന് മുന്നിൽ വന്ന് വണ്ടി നിന്നു. ആ ഗേറ്റ് കാണുമ്പോൾ തന്നെ അറിയാം ആ വീടിന്റെ പ്രൗഢി. അവൾ കണ്ണുകൾ വിടർത്തി അതിലേക്ക് നോക്കിയിരുന്നു. ഗേറ്റിന് മുകളിലും ചുറ്റും നിരവധി ചെറുതും വലുതുമായ കൊത്തുപണികളും ശില്പങ്ങളും ഉണ്ട്. എല്ലാം അതീവ കലാപരമായി പണിതിരിക്കുന്നു. പ്രവേശനത്തിന്റെ ഇരുവശങ്ങളിലും വലിയ സിംഹത്തിന്റെ ശില്പങ്ങൾ ഇരിക്കുന്നു. അതിലേക്ക് നോക്കുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്നതാണ് എന്ന് അവൾക്ക് തോന്നി. ആ ഗേറ്റ് രണ്ടും 2 വശത്തേക്ക് തുറന്നതും കാറ് ഗേറ്റിനുള്ളിലേക്ക് കടന്നു. ഗേറ്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ നീളൻ വഴിയിൽ ഇടതും വലതും പനമരങ്ങൾ നന്നായി നിരന്നു നിൽക്കുന്നു. വഴി മുഴുവനും മൊസൈക്ക് പാറ്റേണുകളിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. വൃത്താകൃതിയിൽ കല്ലുകൾ നിരത്തിയിരിക്കുന്നു. ഗേറ്റിനോട് ചേർന്നുള്ള പൂന്തോട്ടത്തിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നു. ഗേറ്റിന്റെ അകത്തായി വീടിന് മുന്നിൽ വലിയ മനോഹരമായ ഒരു വൃത്താകൃതിയിലുള്ള ഫൗണ്ടൻ ഉണ്ട്. മാൻഷന്റെ ഇരുവശങ്ങളിലും ഇൻഫിനിറ്റി പൂളുകൾ പോലെ തോന്നുന്ന വലിയ സ്വിമ്മിംഗ് പൂളുകൾ കാണാം. 3 നിലകളിലായി പണിതിരിക്കുന്ന വീടിന് വലിയ ഗ്ലാസ് വിൻഡോകളും തുറന്ന ടെറസുകളും ഉണ്ട്. അതിലൂടെ അകത്തുള്ള ആഡംബര ജീവിതവും പുറത്ത് തെളിഞ്ഞു കാണുന്നു. വീടിന് മുന്നിൽ ലക്ഷറി കാറുകൾ നിരത്തിയിരിക്കുന്നു. സ്പോർട്സ് കാറുകൾ, ബ്ലാക്ക് സഡാൻ, വൈറ്റ് കൂപ്പ് എന്നിവ. ചുറ്റുമുള്ള പൂന്തോട്ടം മരുഭൂമിയിലെ പ്ലാന്റ്സ്, ചെറിയ പാമുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് പണിതതാണ്. അതിനാൽ ആധുനിക അരിസ്റ്റോമാറ്റിക് ലുക്ക് ലഭിക്കുന്നു. കാറ് ആ വീടിന്റെ പ്രധാന വാതിലിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ആ വീടിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയിരുന്നു. ആര്യൻ കാറിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും ആര്യവീറിന്റെ അച്ഛനും ചെറിയച്ഛനും കൂടി വന്ന മുത്തശ്ശിയുടെ ഭാഗത്തെ ഡോറ് തുറന്നു. മുത്തശ്ശിയുടെ കൈ പിടിച്ച് ഇറക്കി. അപ്പോഴേക്കും പുലിക്കാട്ടിൽ വീടിന്റെ പ്രധാന വാതിക്കൽ എല്ലാവരും എത്തിയിരുന്നു. എല്ലാവരെയും ഒന്ന് നോക്കി ആര്യവീർ. അവന്റെ മുഖത്ത് അപ്പോഴും ഗൗരവം ആയിരുന്നു.
അപ്പോഴാണ് പുറകിൽ നിന്ന് കുഞ്ഞുമായി ഇറങ്ങുന്ന പഞ്ചമിയെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ആര്യന്റെ അമ്മ ദേവയാനി വീരേന്ദ്രനാഥും ചെറിയമ്മമാരായ ദേവിക വിശ്വനാഥൻ, രാധിക ഗോപിനാഥൻ, കാവ്യ രാമനാഥൻ എന്നിവരുടെയും ആര്യന്റെ അനിയൻ ആയുഷ് വീരേന്ദ്രനാഥും ചെറിയച്ഛന്മാരുടെ മക്കളായ വിക്രാന്ത് വിശ്വനാഥ്, ദേവാനന്ദ് വിശ്വനാഥ്, ഹരിശ്രീ ഗോപിനാഥ്, ശിവാനന്ദ് ഗോപിനാഥ്, അനന്യ ഗോപിനാഥ്, വിക്രം രാമനാഥ്, നക്ഷത്ര രാമനാഥ്, ദേവിക രാമനാഥ് എന്നിവരെല്ലാവരും അവിടെയുണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ ആ സമയം തന്നിലാണ് തിരിച്ചറിഞ്ഞ പഞ്ചമി അവിടെ തന്നെ നിന്നു. ആ സമയം ആര്യൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വരുന്നത് എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. അവൻ അവളെയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. ഇന്ന് ആരും പുറത്ത് എങ്ങും പോകരുത് എന്ന് രാവിലെ തന്നെ വിളിച്ച് മുത്തശ്ശി പറഞ്ഞിരുന്നു. ഇന്ന് പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യവീർ വീരേന്ദ്രനാഥിന്റെ ഭാര്യ ദേവപഞ്ചമിയുടെ ഗൃഹപ്രവേശ ചടങ്ങ് നടത്തുന്നത് കൊണ്ട് എല്ലാവരും അവിടെ വേണമെന്നുള്ള നിർദ്ദേശപ്രകാരം ആരും പുറത്തു പോകാതെ ഇന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേവയാനി, മുത്തശ്ശി ഗൗരവത്തിൽ വിളിച്ചതും മുത്തശ്ശിയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് ചെറിയൊരു ഞെട്ടലോടെ പഞ്ചമി നോക്കി. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മുത്തശ്ശി അല്ല ഇപ്പോൾ അതെന്ന് അവൾക്ക് തോന്നി. ദേവിക, രാധിക, കാവ്യ എല്ലാം റെഡിയല്ലേ? മുത്തശ്ശി ചോദിച്ചതും അവർ എല്ലാവരും മുന്നോട്ട് വന്നു. അപ്പോഴേക്കും ജോലിക്കാർ എന്ന് തോന്നുന്ന 2-3 പേർ അവിടേക്ക് വന്നു. യൂണിഫോം സാരിയായിരുന്നു അവരുടെ വേഷം എന്ന് കണ്ടപ്പോൾ തന്നെ പഞ്ചമിക്ക് മനസ്സിലായി. ഒരു സ്ത്രീയുടെ കയ്യിൽ സ്വർണ്ണത്തട്ടത്തിൽ ആരതി, സ്വർണം പോലെ തിളങ്ങുന്ന ഒരു കിണ്ടിയിൽ വെള്ളം, ഒരു തട്ടത്തിൽ പൂവും അരിയും, മറ്റൊരു തട്ടത്തിൽ നാളികേരം, ഒരു കലശം, അതിൽ അരി എന്നിവയുമായി നിൽക്കുന്നു. മനോഹരമായി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ മുന്നിലേക്ക് വന്നു. അവർ വന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ അവളുടെ സാരി പതിയെ ഉയർത്തിയതും ആര്യൻ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അവർ അവളുടെയും ആര്യന്റെയും കാലിൽ കിണ്ടിയിൽ നിന്നും വെള്ളം പകർന്നു. അവർ മാറി നിന്നതും മറ്റൊരു ആട്ടിയത്തം നിറഞ്ഞ ഒരു സ്ത്രീ മുന്നിലേക്ക് വന്നു. അവരുടെ കയ്യിലേക്ക് ആരതി തട്ടം യൂണിഫോം ധരിച്ച ഒരു സ്ത്രീ കൊണ്ടുവന്ന് കൊടുത്തു. അവരത് വാങ്ങി മുന്നിലേക്ക് വന്നു. ആര്യന്റെയും പഞ്ചമിയുടെയും മുന്നിലായി നിന്നു. അവരുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. പുഞ്ചിരിയോടെ തന്നെ അവർ ആര്യനെയും പഞ്ചമിയെയും അവൾ എടുത്തിരിക്കുന്ന കുഞ്ഞിനെയും ചേർത്ത് അവരെ 3 പേരെയും ചേർത്ത് ആരതി ഒഴിഞ്ഞു. തട്ടത്തിൽ നിന്നും പൂവും അരിയും എടുത്ത് അവരുടെ തലയിലേക്കിട്ട് അനുഗ്രഹിക്കുന്നു. തട്ടത്തിൽ നിന്നും കുങ്കുമം എടുത്ത് 2 പേരുടെയും നെറ്റിയിലും തൊട്ടുകൊടുത്തു. പിന്നെ കുഞ്ഞിന്റെയും. അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ തട്ടത്തിലുണ്ടായിരുന്ന കലശം എടുത്തു കൊണ്ടുവന്ന് വീടിന്റെ പ്രധാന കവാടത്തിൽ വെക്കുന്നു. ആ കലത്തിലെ അരി വീടിന്റെ അകത്തേക്ക് അവളുടെ വലത് കാല് കൊണ്ട് തട്ടി മറിച്ചിടാൻ പറയുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിന്നീട് വീട്ടിലേക്കുള്ള പ്രവേശനം ആയിരുന്നു. അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ കൊണ്ടുവന്ന് നിലവിളക്ക് ആര്യന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. 7 തിരിയിട്ട നിലവിളക്ക് പിടിച്ചുകൊണ്ട് അവർ ആര്യന്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വലത് കൈയിലെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെ കണ്ടതും അവരുടെ മുഖത്ത് വിഷമം നിറയുന്നത് പഞ്ചമി കണ്ടു. അവൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട മുത്തശ്ശി ദേവപഞ്ചമി എന്ന് വിളിച്ചു. ആ നിലവിളക്ക് വാങ്ങി വലത് കാല് വെച്ച് കയറ്. മുത്തശ്ശി പറഞ്ഞതും അവൾ ആര്യന്റെ മുഖത്തേക്ക് നോക്കി. ആരെയും നോക്കാതെ കുഞ്ഞിനെ എടുത്തു പിടിച്ച് വലത് കൈയിലെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ. അപ്പോഴും ആ നിലവിളക്ക് വാങ്ങി അവൾ വലത് കാല് വെച്ച് ആ വീടിന്റെ അകത്തേക്ക് കയറിയതും അവളുടെ ഒപ്പം തന്നെ ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് കയറി. ആ വീടിന്റെ അകത്തേക്ക് കടന്നപ്പോൾ ഏതോ ഒരു അത്ഭുത ലോകത്തേക്ക് കടന്നതുപോലെയായിരുന്നു പഞ്ചമിക്ക് തോന്നിയത്. അവൾ കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കുകയായിരുന്നു. അപ്പോഴാണ് നേരെ മുന്നിലായി കാണുന്ന വലിയൊരു പൂജാമുറി കാണുന്നത്. പൂജാമുറി എന്ന് പറയാൻ പറ്റില്ല, ഓപ്പൺ ആയി കിടക്കുകയാണ്. മധ്യഭിത്തിയിൽ വലിയൊരു ഫ്രെയിം ചെയ്തിരിക്കുന്ന ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ മനോഹരമായ സ്വർണ്ണ അലങ്കാര ചിത്രം കാണുന്നു. ചിത്രത്തിന് ഇരുവശത്തും മനോഹരമായി പണിത നിലവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അവയുടെ അടിഭാഗത്തുള്ള കൊത്തുപണികൾ കാണാൻ മനോഹരമായിരുന്നു. ചിത്രത്തിന്റെ താഴെ മാർബിളിൽ കൃഷ്ണന്റെ ഒരു വെള്ളപ്പണിയിൽ തീർത്ത പ്രതിമ, അലങ്കാര പാത്രങ്ങൾ, ചെറിയ പ്രതിമകളും പൂക്കളും, വിലയേറിയ വെള്ളിക്കലശങ്ങളും, ഒരു ചെറിയ ദീപം, വെളുത്ത മാർബിളിൽ സജ്ജീകരിച്ച പീഠം എല്ലാം ഭംഗിയായി നിരത്തിയാണ് വെച്ചിരിക്കുന്നത്. തറയിൽ വെളുത്ത മാർബിൾ ഫിനിഷിംഗിൽ ഉപയോഗിച്ചതിനാൽ മുറിക്ക് കൂടുതൽ പ്രകാശവും സമാധാനവും ലഭിക്കുന്നതായി അവൾക്ക് തോന്നി. മോളെ, ആ പീഠത്തിലേക്ക് വെച്ചോളൂ ആ നിലവിളക്ക്, മുത്തശ്ശി പറഞ്ഞു. അവൾ ആ നിലവിളക്ക് പീഠത്തിൽ വെച്ചു. പൂജാമുറിക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ മുത്തശ്ശി ആര്യനോടും അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആര്യനും കുഞ്ഞും പഞ്ചമിയും കൂടി നിന്ന് പ്രാർത്ഥിച്ചു. കണ്ണു തുറന്ന പഞ്ചമി കാണുന്നത് കുഞ്ഞും ആ ഫോട്ടോയിലേക്ക് നോക്കി കൈകൊപ്പി നിൽക്കുന്നതാണ്.
പഞ്ചമി നോക്കുന്നത് കണ്ടതും കുഞ്ഞ് അവളുടെ കയ്യിലേക്ക് തന്നെ വന്നു. വരൂ മോളെ. മുത്തശ്ശി പറഞ്ഞതും അവൾ പൂജാമുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. കൂടെ ആര്യനും. എല്ലാം റെഡിയല്ലേ? മുത്തശ്ശി ചോദിച്ചു. റെഡിയാണ്. ആര്യന്റെ അമ്മയാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ടും അന്ന് പറഞ്ഞു കേട്ട അറിവുള്ളത് കൊണ്ട് തന്നെ അത് ആര്യന്റെ അമ്മയാണെന്ന് അവൾക്ക് നേരത്തെ മനസ്സിലായിരുന്നു. അപ്പോഴാണ് 2 ജോലിക്കാർ അവരുടെ കാറിൽ നിന്നും ബാഗുമായിട്ട് വരുന്നത്. അത് താൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് പാക്ക് ചെയ്തു വെച്ച തന്റെയും കുഞ്ഞിന്റെയും ബാഗാണ് എന്ന് അവൾ കണ്ടു. ഇതെല്ലാം ആര്യന്റെ മുറിയിലേക്ക് വെച്ചോളൂ. മുത്തശ്ശി പറഞ്ഞതും യൂണിഫോം ധരിച്ച 2 സ്ത്രീകൾ വന്ന് ആ ബാഗുകൾ കൊണ്ടുപോയി. ഇരിക്കെ. മുത്തശ്ശി പറഞ്ഞതും ആര്യനും പഞ്ചമിയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ കാണുന്ന വലിയ സോഫയിലായിട്ട് ഇരുന്നു. പഞ്ചമിക്ക് ആ വീട് കണ്ടിട്ട് അത്ഭുതമാണ് തോന്നിയത്. പഞ്ചമി അവർക്ക് മുന്നിൽ നിൽക്കുന്ന വരദയെ നോക്കിയപ്പോൾ കിളി പോയ പോലെ നിൽക്കുന്നുണ്ട്. ചുറ്റുപാടും നോക്കി. അമ്മേ, ഇത് ഏത് പാലസാണ്? വരദ അമ്മയുടെ ചെവിയിലായി ചോദിച്ചു. അത് കേട്ട് അവളുടെ അമ്മ മിണ്ടാതിരിക്കുക എന്ന് പതിയെ പറഞ്ഞു. പഞ്ചമിയും ആ വീട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചുറ്റും കണ്ണോടിക്കുകയായിരുന്നു. അത് ഒരു വിശാലവും ആഡംബരവുമായ ലോബി ഹാളായിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടൽ അഥവാ പാലസ് പോലെയാണ് അവൾക്ക് തോന്നിയത്. ഒരു വലിയ പ്രവേശന ഹാളാണ്. മധ്യത്തിൽ നീളവും ഉയരവും കൂടിയ മിന്നുന്ന ക്രിസ്റ്റൽ ചാൻഡിലിയറുകൾ നിരയായി തൂങ്ങിക്കിടക്കുന്നു. ഈ ചാൻഡിലിയറുകളുടെ പ്രതിഫലനം തിളങ്ങുന്ന മാർബിൾ നിലയിൽ മനോഹരമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹാളിന്റെ 2 വശങ്ങളിലും ഉയർന്ന തൂണുകളും സ്വർണ്ണ അലങ്കാരങ്ങളോട് കൂടിയ ചരടുകളും കർട്ടൻസുകളും ശോഭയോടെ വീണ് കിടക്കുന്നു. ഹാള് മുഴുവനും ഒരു രാജഭവനത്തിന്റെ ശൈലിയിലുള്ള ആഡംബരമാണ്. മധ്യഭാഗത്ത് വിപുലമായ പടികളാണ്. ഇരുവശങ്ങളിലും വളഞ്ഞ് മുകളിലേക്ക് ഉയരുന്ന പടികൾ കൂടുതൽ രാജകീയമായി തോന്നിക്കുന്നു. വശങ്ങളിൽ വിശ്രമിക്കാനായി സോഫ സെറ്റുകളും ചെറിയ ടേബിളുകളും കൂടാതെ അലങ്കാര സസ്യങ്ങളും വെച്ചിരിക്കുന്നു. ലൈറ്റിംഗ് എല്ലായിടത്തും ഉള്ളത് ഒരു സ്വർണ്ണ പ്രകാശം വിടരുന്നു. അതിനാൽ സമ്പന്നതയുടെ നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പോലെ തോന്നുന്നു. മൊത്തത്തിൽ ഇതൊരു ആഡംബരവും ഭംഗിയൂന്നിയ പാലസ് സ്റ്റൈൽ ഇന്റീരിയലാണ് എന്ന് അവൾക്ക് തോന്നി. അപ്പോഴേക്കും ഒരു തട്ടവുമായി ഒരു യൂണിഫോം ധരിച്ച സ്ത്രീ വന്നു. ആ തട്ടത്തിൽ ഒരു ബൗളിലായി പാല്, മധുര പലഹാരങ്ങൾ, പഴം എല്ലാം വെച്ചിട്ടുണ്ട്. മുത്തശ്ശി മുന്നോട്ട് വന്നുകൊണ്ട് തട്ടത്തിലിരിക്കുന്ന പാലിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് ആര്യനും 1 സ്പൂൺ പഞ്ചമിക്കും കൊടുത്തു. പിന്നെ പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ എടുത്ത് അതും 2 പേർക്കും കൊടുത്തു. അതിനുശേഷം ഒരു ലഡു ആര്യന്റെ വായിലേക്ക് കൊടുത്തു. പകുതി അത് ആര്യൻ കടിച്ചതും ബാക്കി അത് മുത്തശ്ശി പഞ്ചമിക്ക് നേർക്ക് നീട്ടി. അത് കണ്ടതും പഞ്ചമി ആര്യനെ ഒന്ന് നോക്കി. എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾ വായ തുറന്നു. മുത്തശ്ശി അത് അവൾക്ക് കൊടുത്തു. അതുപോലെ തന്നെ എല്ലാവരും ചെയ്തു. കൂട്ടത്തിൽ അവരുടെ കൂടെയുണ്ടായിരുന്ന കുഞ്ഞിന്റെ വായിലേക്കും കുറച്ച് കൊടുക്കാൻ മറന്നില്ല. വരദയും അച്ഛനും അമ്മയും സിദ്ധുവും എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു. എന്നാൽ മുത്തശ്ശി മാത്രമാണ് ആര്യനെ കൊടുത്തത്. വേറെ ആരും ആര്യന്റെ വായിലേക്ക് പാലോ മധുരമോ ഒന്നും കൊടുത്തില്ല എന്നുള്ളത് പഞ്ചമി ശ്രദ്ധിച്ചിരുന്നു. എന്നാ പഞ്ചമി മോള് കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയിക്കോളൂ. ആര്യ, പഞ്ചമിയെയും കൊണ്ട് പോയിക്കോളൂ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിക്കിപ്പോ ഒരു മെഡിസിൻ കഴിക്കാനുണ്ട്, ഞാൻ എടുത്തു തരാം. പഞ്ചമി പെട്ടെന്ന് പറഞ്ഞതും വേണ്ട മോളെ, ഞാൻ കഴിച്ചോളാം. എനിക്കെന്തായാലും ഒന്ന് ഫ്രഷ് ആവണം. ഹോസ്പിറ്റൽ വാസം ശരിക്കും എന്നെ മടുപ്പിച്ചു, മുത്തശ്ശി പറഞ്ഞു. മോള് ചെല്, അവിടെ കാണുന്നതാണ് എൻ്റെ മുറി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോൾ അങ്ങോട്ട് വന്നാൽ മതി, മുത്തശ്ശി പറഞ്ഞു. ഇത്രയും ഗൗരവത്തിൽ മുത്തശ്ശി സംസാരിക്കുന്നത് അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇതുവരെയും മുത്തശ്ശി ഇങ്ങനെ അല്ലായിരുന്നു അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾ ഇരിക്കെ, കുട്ടികൾ ഫ്രഷ് ആയിട്ട് വരട്ടെ, വരദയുടെ അച്ഛനോടും അമ്മയോടും വരദയോടും പറഞ്ഞു. അവർക്ക് കുടിക്കാനായിട്ട് പറയൂ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം, മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. മുത്തശ്ശിയുടെ പുറകെ തന്നെ ഒരു യൂണിഫോം ധരിച്ച സ്ത്രീയും പോകുന്നത് പഞ്ചമി കണ്ടു. അപ്പോഴാണ് ആര്യൻ പടികൾ കയറി പോകുന്നത് കണ്ടത്. ഞാനിപ്പോ വരാട്ടോ, അവൾ വരദയോടും അച്ഛനോടും അമ്മയോടും പറഞ്ഞു. മോള് പോയിട്ട് വാ എന്ന് വരദയുടെ അമ്മയും പറഞ്ഞു. ആര്യന്റെ പുറകെ തന്നെ പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് പടികൾ കയറി. അവിടെയെല്ലാം അവൾക്കൊരു അത്ഭുത ലോകം പോലെയാണ് തോന്നിയത്. ആ പടികൾ കയറി ചെല്ലുന്നത് മറ്റൊരു ഹാളിലേക്കാണ്. ആ ഹാളിന്റെ മുഴുവൻ ഡിസൈനുകളും സ്വർണ്ണ അലങ്കാരങ്ങളോടുകൂടിയതും വെള്ളയും ഗോൾഡ് തീം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. മുകളിൽ സീലിംഗിൽ വലുതായി തൂങ്ങിയിരിക്കുന്ന ഗോൾഡ് റിം ക്രിസ്റ്റൽ ചാൻഡിലിയറുകൾ അതിന്റെ പ്രകാശം കൊണ്ട് ആ മുറിക്ക് അതിമനോഹരമായ ഒരു ഭംഗി നൽകുന്നുണ്ടായിരുന്നു. സീലിംഗിൽ വിവിധ ഭാഗങ്ങളിൽ സോഫ്റ്റ് ലൈറ്റുകളും കൊത്തുപണികളും ചേർത്ത് ഒരു ലക്ഷൂറിയസ് ഫിനിഷിംഗ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഭിത്തികളിലും തൂണുകളിലും ഗോൾഡൻ പാനലുകളും അലങ്കാര മോൾഡിങ്ങുകളും നൽകിയിട്ടുണ്ട്.
ഇരുവശങ്ങളിലും വലിയ ഉയർന്ന ഫ്ലോർ ടു സീലിംഗ് വിൻഡോകൾ. മധ്യഭാഗത്ത് നീളത്തിൽ ഇരുവശത്തുമായി വെളുപ്പും ഗോൾഡും ചേർന്ന ലക്ഷൂറിയസ് സോഫകൾ. മധ്യത്തിൽ അലങ്കാര വാസുകളും കോഫി ടേബിളുകളും വെച്ചിരിക്കുന്നു. സോഫയുടെ സൈഡുകൾ ഗോൾഡ് ഫ്രെയിം ചെയ്ത മനോഹരമായ സൈഡ് ടേബിളുകളും ലാമ്പുകളും കാണാം. തറയിൽ പോളിഷ് ഗോൾഡ് മാർബിൾ ഫ്ലോറിംഗ് അതിന്റെ പ്രതിഫലനങ്ങളോട് കൂടി ഒരു സമ്പന്നമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ നിന്നും ആര്യൻ സൈഡിലെ ഒരു ഡോറ് തുറന്നു. അകത്തേക്ക് കയറിയത് കണ്ടതും അവളും പുറകെ ചെന്നു. അകത്തേക്ക് കയറിയപ്പോഴേക്കും ഭംഗിയായ ഒരു ബെഡ്റൂം ആണെന്ന് അവൾക്ക് മനസ്സിലായി. സ്വർണ്ണ നിറത്തിലുള്ള സമ്പന്നമായ അലങ്കാരങ്ങളും അതിന്റെ ഗ്രാൻഡ് ലുക്കിലൂടെ ശ്രദ്ധേയമാണ്. മധ്യത്തിൽ വലിയ മൃദുവായ ഹെഡ് ബോർഡോട് കൂടിയ കിങ് സൈസ് കട്ടിൽ ധാരാളം തലയിണകളുമായി വെച്ചിരിക്കുന്നു. മുറിയുടെ മേൽച്ചുവരിൽ അതിമനോഹരമായ ക്രിസ്റ്റൻ ചാൻഡിലിയർ തൂങ്ങിക്കിടക്കുന്നു. അതിന്റെ സ്വർണ്ണപ്രകാശം മുറിയെ മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. സീലിംഗുകൾ വൃത്തമായി കൊത്തുപണികളോട് കൂടി സോഫ്റ്റ് ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കനം കുറഞ്ഞ ഗോൾഡ് ബേജ് കർട്ടനുകൾ, മനോഹരമായ വാൾ ലാമ്പുകൾ, വലിയ കണ്ണാടികൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിലും സമാനമായ ഡ്രസ്സിംഗ് ടേബിളുകളും മാർബിൾ തറയിൽ വലിയ മനോഹരമായ ബേജ് ഗോൾഡൻ കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു. മുറിയുടെ ഓരോ കോണിലും രാജകീയ സജ്ജീകരണങ്ങൾ, കസേരകൾ, അലങ്കാര വാസുകൾ, ഇൻഡോർ പ്ലാന്റ് എന്നിവ എല്ലാം ചേർത്ത് ഒരു റോയൽ പാലസ് മുറിയുടെ പ്രതീതി തോന്നിച്ചു. നേരത്തെ കൊണ്ടുവന്ന വെച്ച ബാഗുകൾ അവിടെ ഇരിക്കുന്നത് അവൾ കണ്ടു. അതാണ് ഡ്രസ്സിംഗ് റൂം. ഡ്രസ്സുകൾ അവിടെയുള്ള കബോർഡിൽ വെച്ചോളൂ. ഈ റൂമിലേക്ക് ഡ്രസ്സുകൾ ഒന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല, ആര്യൻ പറഞ്ഞു. കുഞ്ഞിന്റെ ഡ്രസ്സുകളും ആ കബോർഡിൽ വെക്കാനുണ്ട്. അത്രയും പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും അവൾ ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. ഏതോ അത്ഭുത ലോകത്ത് എത്തിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾ കുഞ്ഞിനെ ബെഡിലേക്ക് ഇരുത്തി. അപ്പോഴാണ് ആര്യൻ റൂമിലേക്ക് വീണ്ടും വരുന്നത്. താൻ ഫ്രഷ് ആയിക്കോളൂ, മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ആര്യൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. അവൾ വേഗം അവളുടെ ബാഗും കുഞ്ഞിന്റെ ബാഗും അതിൽ ആര്യന്റെ ബാഗും ഉണ്ടായിരുന്നു. അത് 3 ബാഗും വലിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഡ്രസ്സിംഗ് റൂം കണ്ടതും ബോധം പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇത് ഡ്രസ്സിംഗ് റൂമാണോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. അല്പസമയം അവിടെ നോക്കി നിന്നതിന് ശേഷം അവൾ കുഞ്ഞിന്റെ ഡ്രസ്സുകൾ വെച്ചിരിക്കുന്ന കബോർഡ് തുറന്നു. ഗ്ലാസുകൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ആരുടെ ഡ്രസ്സുകളാണ് ഇരിക്കുന്നത് എന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിന്റെ ഡ്രസ്സുകളെല്ലാം അവൾ ആ ഷെൽഫിലേക്ക് അടക്കി വെച്ചു. അത് കഴിഞ്ഞ് ആര്യന്റെ ബാഗ് തുറന്നു. അതിലെ ഡ്രസ്സുകളെല്ലാം അവൻ്റേത് എന്ന് തോന്നിക്കുന്ന കബോർഡിലേക്ക് വെച്ചു. പിന്നെയാണ് അവൾ ഒഴിഞ്ഞുകിടക്കുന്ന കബോർഡ് കാണുന്നത്. അത് തന്റെയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അത് തുറന്നു. അതിലേക്ക് അവളുടെ ഡ്രസ്സുകളെല്ലാം എടുത്തു വെച്ചു. അപ്പോഴാണ് അതിന്റെ തൊട്ടടുത്തുള്ള കബോർഡ് കാണുന്നത്. അത് തുറന്നു നോക്കിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. നിറയെ ലേഡീസുകളുടെ ഡ്രസ്സുകളാണ്. അത് അരുന്ധതിയുടെ ആണോ എന്ന് അവൾ ചിന്തിച്ചു പോയി. അപ്പോഴാണ് അവൾ അതിൻ്റെയെല്ലാം പ്രൈസ് ടാഗുകൾ ആ ഡ്രസ്സുകളിലെല്ലാം തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ എല്ലാം പുതിയതാണ് എന്ന് മനസ്സിലായി. അവൾ അതിൽ നിന്നും ഒരു കുർത്ത എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ സൈസ് തൻ്റേതാണ് എന്ന് മനസ്സിലായി. അതുമാത്രമല്ല, ഇന്നലെ തങ്ങൾ പോയ ടെക്സ്റ്റൈൽസിലെ പ്രൈസ് ടാഗാണ് എന്നും അവൾക്ക് മനസ്സിലായി. അപ്പോൾ അത് തനിക്കായി വാങ്ങിയതായിരിക്കും എന്ന് അവൾ ചിന്തിച്ചു. ഇതൊക്കെ എങ്ങനെ? ഇനി ഇന്നലെ എങ്ങാനും പോയപ്പോൾ വാങ്ങിയതായിരിക്കുമോ? അവൾ ആലോചിച്ചു നിന്നു. പിന്നെയാണ് അവൾ വരതയെക്കുറിച്ച് ആലോചിച്ചത്. വേഗം കബോർഡിൽ നിന്നും ഒരു സാരിയാണ് അവൾ എടുത്തത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസും സ്കേർട്ടും എല്ലാം അടുത്ത കബോർഡിൽ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അവിടെ കാണുന്ന ഒരു ഡോറിനടുത്തേക്ക് ചെന്നു. അത് വാഷ്റൂം ആകും എന്ന് അവൾക്ക് തോന്നി. അവൾ അതിലേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. അത്രയും മനോഹരമായ ഒരു ബാത്റൂം. മാർബിൾ ഉപയോഗിച്ച് സുന്ദരമായി തയ്യാറാക്കിയ വലിയൊരു ബാത്ത് ടബാണ് മുൻഭാഗത്ത്. അതിനുള്ളിലെ വെള്ളം പ്രകാശത്തിൽ തിളങ്ങുന്നുണ്ട്. ബാത്ത് ടബിന് ചുറ്റും ചെറിയ വെള്ളക്കല്ലുകൾ അലങ്കാരത്തിനായി വെച്ചിരിക്കുന്നു. ഇത് സ്പാ പോലെയുള്ള ഒരു അനുഭവം നൽകുന്നതായി അവൾക്ക് തോന്നി. ഇടത് ഭാഗത്ത് ഗ്ലാസ് വാളുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്ന ഷവർ ഏരിയയുണ്ട്. പിന്നിൽ 2 ബേസിനുകൾ അടങ്ങിയ നീളമുള്ള വുഡ് ഫിനിഷിംഗ് കൗണ്ടറുകളും വലിയ ലൈറ്റുകൾ ചെയ്ത മിററുമാണ്. ചുമരിൽ മുഴുവൻ ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റോൺ മാർബിളുകൾ ടൈലുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. മുകളിൽ നിന്നും ഉള്ള സ്പോട്ട് ലൈറ്റുകളും കൂടുതൽ ആഡംബരഭാവം നൽകുന്നുണ്ടായിരുന്നു. വലതുഭാഗത്ത് ചെടികൾ വെച്ചിട്ടുണ്ട്. ഒരു ഷെൽഫിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ഷാംപൂ, സോപ്പ്, ബോഡി വാഷ് എന്നുവേണ്ട എല്ലാം ഉണ്ട്. അടുത്തൊരു ഷെൽഫിലായിട്ട് മെൻസിന് ഉപയോഗിക്കാവുന്ന ഷാംപൂ, ജെൽ, കണ്ടീഷണർ, ബോഡി വാഷ് എന്നുവേണ്ട എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ തനിക്ക് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അവൾ നിൽക്കുമ്പോൾ
അടുത്തൊരു ഷെൽഫ് അവൾ തുറന്നു നോക്കി. അതിൽ ഒരു ലേഡി ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഷാംപൂ, ബോഡി വാഷ്, ബോഡി ജെൽ, ബോഡി സ്ക്രബ്ബർ, കണ്ടീഷണർ, ബോഡി ലോഷൻസ്, ബാത്ത് ടവൽ, ഹെയർ ഡ്രയർ, കോമ്പ്, ബ്രഷ്, പേസ്റ്റ് എന്നുവേണ്ട എല്ലാം ഉണ്ട്. അതിലേക്ക് അല്പസമയം അവൾ നോക്കി നിന്നതിന് ശേഷം വേഗം തന്നെ ഫ്രഷായി. ആ സാരിയും ഉടുത്ത് അവൾ പുറത്തേക്ക് വന്നു. വേഗം ഒരുങ്ങി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന വലിയ ലക്ഷറി ലോബിയിലായിട്ട് സോഫയിലായിട്ട് ആര്യൻ ഇരിക്കുന്നുണ്ട്. കുഞ്ഞ് ആര്യൻ ഇരിക്കുന്നതിന്റെ അടുത്തുള്ള സോഫയിൽ തന്നെ കിടന്നുകൊണ്ട് കയ്യിലെ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നുണ്ട്. അവൾ അടുത്തേക്ക് ചെന്നതും അവൻ ലാപ്ടോപ്പ് മാറ്റി വെച്ചുകൊണ്ട് പോകാം അവൻ പറഞ്ഞു. അവൾ സോഫയിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്തു. അപ്പോഴാണ് കുഞ്ഞും ആര്യനും ഡ്രസ്സ് മാറിയിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായത്. അവർ രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക് വന്നു. അവർ താഴെ വന്നപ്പോൾ സോഫയിൽ മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. ആര്യൻ, വൈകിട്ട് ഇവിടെ ചെറിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. നിന്റെ വിവാഹം അത്യാവശ്യം ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേവപഞ്ചമിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കണം ഇന്ന് വൈകിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വേണം. മുത്തശ്ശിയുടെ ശബ്ദം ഒരു ആജ്ഞ പോലെയാണെന്ന് അവൾക്ക് തോന്നി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. പിന്നെ പറ്റുമെങ്കിൽ ഇന്ന് ഞാൻ രണ്ടാമത്തെ ഒരു ഭാഗം കൂടി തരാൻ നോക്കാം. ഉറപ്പ് പറയില്ല, കാരണം ഇന്ന് ആര്യൻ്റെ വീടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് ഈ സ്റ്റോറിയിൽ അത്യാവശ്യമായത് കൊണ്ടാണ് ഞാനത് അത്രയും വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.